ഗാന്ധിയും അംബേദ്കറും എന്ന വിഷയത്തിലുള്ള പുസ്തകത്തിൻ്റെ ചർച്ച തുടങ്ങി വയ്ക്കുകയാണ്. അതിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ മങ്ങാടി നാരായണൻ ചേട്ടനെ ക്ഷണിക്കുന്നു. ബോബി തോമസിൻ്റെ വൈക്കത്തെ ഗാന്ധിജിയും അംബേദ്കറും എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. പറയേണ്ടതില്ലാത്ത വിധം സമീപകാലത്ത് അല്ലെങ്കിൽ 1-2 ദശകങ്ങളായി എന്ന് തന്നെ പറയാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഗാന്ധിജിയും അംബേദ്കറും സമകാലീന ലോകവും. ചിലപ്പോൾ മാർക്സിനെ കൂടി ഉൾപ്പെടുത്തി ഒരു ത്രയം ലോകത്തിൽ തന്നെ വളരെ സജീവമായിട്ടുള്ള ഒരു അക്കാദമികവും അല്ലാത്തതുമായിട്ടുള്ളൊരു വിഷയമായി തീർന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പ്രസക്തമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. പ്രഗത്ഭ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും വിവർത്തകനുമായ MG രാധാകൃഷ്ണൻ ആണ് പ്രധാനമായും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക. ഒപ്പം എഴുത്തുകാരനും നോവലിസ്റ്റും പക്ഷി നിരീക്ഷകനും ഒക്കെയായ പ്രിയ സുഹൃത്ത് സി റഹീമുണ്ട്. ഇതിൻ്റെ പ്രസാധകനും എഴുത്തുകാരനുമായ ബോബി തോമസ് ഉണ്ട്. അതുപോലെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും എൻ്റെ മുമ്പിലുണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് സ്വാഗതം പറഞ്ഞുകൊണ്ട് ചർച്ചയുടെ സമയം കുറെക്കൂടി കൂട്ടിക്കിട്ടാനായി ഞാൻ പിൻവാങ്ങുന്നു. സന്തോഷം. ശ്രീ ബോബി തോമസിൻ്റെ വൈക്കത്തെ ഗാന്ധിയും അംബേദ്കറും എന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഗ്രന്ഥത്തിനെ അധികരിച്ച് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ ചരിത്രത്തെ പുനർനിർവചിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വമാണ് ഈ പ്രഭാഷണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിന് ഏറ്റവും യുക്തനായ ആളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. MG രാധാകൃഷ്ണൻ ചേട്ടൻ ദീർഘകാല മാധ്യമപ്രവർത്തകനാണ് അവിടെ സൂചിപ്പിച്ചതുപോലെ, അതുപോലെ തന്നെ സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും ഗാന്ധിയെ വളരെ ആഴത്തിൽ പഠിച്ച ഒരു കോളമിസ്റ്റ് എന്ന നിലയിലും ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പുസ്തകം റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. അദ്ദേഹത്തെ മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട റഹീം, രത്നാകരൻ, ബോബി, സുഹൃത്തുക്കളെ, റഹീം പറഞ്ഞ പോലെ യാദൃച്ഛികമായിട്ട് ഇന്ന് രാവിലെ എൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടു. ആ പുസ്തകവും ഗാന്ധിയെക്കുറിച്ച് തന്നെയാണ്. ഗാന്ധിയുടെ ജീവിതത്തിലെ അധികമൊന്നും അറിയപ്പെടാത്ത ഒരു സൗഹൃദം, ഒരു ഡെൻമാർക്കുകാരി മിഷണറിയുമായിട്ടുണ്ടായ സൗഹൃദത്തെക്കുറിച്ചാണ്. എസ്തർ എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഈ ഗാന്ധിയെക്കുറിച്ച് പ്രത്യേകിച്ചും ഞാൻ ഏഷ്യനെറ്റ് ന്യൂസിൽ ഏതാണ്ട് വിരമിക്കുന്ന ആ വർഷം അതിന് അപ്പോഴോ മറ്റോ തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു ഗാന്ധിജിയെക്കുറിച്ചൊരു ഈ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷം പ്രമാണിച്ച് ഉണ്ടാക്കേണ്ട പരിപാടികളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഒന്നായിരുന്നു ഗാന്ധിജിയുടെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി. അപ്പോൾ അതിൻ്റെ രചനയ്ക്ക്, അതിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള വളരെ വിശദമായ ഒരു വായനയും പഠനവുമൊക്കെ നടത്തി ഒരുപാട് ഗാന്ധിയെക്കുറിച്ച് കിട്ടാവുന്ന പുസ്തകങ്ങളും ഗാന്ധിജിയെക്കുറിച്ചുള്ള എല്ലാം വായിച്ച ഒരു കാലത്താണ് ഈ എസ്തർ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഞാൻ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് അത് തോന്നുന്നത്. അപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഗാന്ധിയാണ് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം. 10-30 പുസ്തകം ഗാന്ധിജിയെക്കുറിച്ച് വിവിധ കാഴ്ചപ്പാടിലുള്ളതിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവസാനിക്കുന്നതിൽ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഈ ഗാന്ധിജിയെപ്പോലെ ഒരു വിസ്മയ പുരുഷൻ പലരും ഉണ്ടാവാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം, ഇദ്ദേഹത്തിനെ ഈ പറഞ്ഞ പോലെ വായിച്ചു തീരാൻ കഴിയാത്ത ഒരു മനുഷ്യനാണ് ഗാന്ധിജി എന്നുള്ളതിനെപ്പറ്റി ഒരു സംശയവുമില്ല. ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്ന് വരും തലമുറ അത്ഭുതം കൂറുമെന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഗാന്ധിജിയെപ്പറ്റി പറഞ്ഞത് വാസ്തവത്തിൽ അക്ഷരം പ്രതി ശരിയാണ്. കാരണം ദിവസം തോറും ഇന്നിപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഇപ്പോഴും ഗാന്ധിജിയെക്കുറിച്ച് എല്ലാ വർഷവും ഇപ്പോഴും വർഷം തോറും പുതിയ പുതിയ പുസ്തകങ്ങളാണ് ഗാന്ധിജിയെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറേ വിമർശനങ്ങളുണ്ട്.
ഇതുവരെ അറിയപ്പെടാത്ത അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളെക്കുറിച്ചുണ്ട്. അതെങ്ങനെ എത്രയോ ദീർഘദർശിത്വം ഉൾക്കൊണ്ടതായിരുന്നു ചിലത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഗാന്ധിജി മനുഷ്യനാണ്, ദൈവമല്ല. അതുകൊണ്ട് മനുഷ്യ സഹജമായ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഉള്ളതുപോലെയുള്ള പല കാര്യങ്ങളിലും ചില തെറ്റാണെന്ന് നമുക്കിപ്പോൾ തോന്നുന്ന ചില നിലപാടുകളുണ്ട്, ചില കാഴ്ചപ്പാടുകളുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഗാന്ധിജി. ഇങ്ങനെ പറഞ്ഞാലും ഗാന്ധിജിയെ പോലെ ഇങ്ങനെ വളരെ അധികം ഒരു ദിവസം തോറും ഒരു ആഴ്ച ഒരു എതൽ കഴിഞ്ഞാൽ മറ്റൊരു എതൽ അവസാനിക്കാത്ത തലങ്ങളുള്ള ഒരു വ്യക്തി. അതും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും, രാഷ്ട്രീയം മാത്രമല്ല, മതത്തെക്കുറിച്ചുള്ളത്, ജാതിയെക്കുറിച്ചുള്ളത്, സ്ത്രീകളെക്കുറിച്ചുള്ളത്, ലൈംഗികതയെക്കുറിച്ചുള്ളത്, ഭക്ഷണത്തെക്കുറിച്ച്, ചികിത്സയെക്കുറിച്ച്, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത വിഷയങ്ങളിൽ ഗാന്ധിജി പുലർത്തിയ നിലപാടുകൾ അത് വാസ്തവത്തിൽ അവസാനിക്കാത്ത ഒരു പുസ്തകമായിട്ട് തന്നെ മാറും. അപ്പോൾ ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും വന്ന ഏറ്റവും പുതിയ മലയാളത്തിൽ നിന്നുള്ള ആ കൂട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടുന്നത്. ബോബി തോമസിൻ്റെ അദ്ദേഹം വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഇതിനകം എഴുതുകയും പഠിക്കുകയും പ്രസാധനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഗാന്ധിജിയെ പറ്റിയുള്ള ഈ പല കാഴ്ചപ്പാടുകളിലൂടെ, കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞാൽ നിരന്തരം പരസ്പര വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം, പരസ്പര വിരുദ്ധമായ നിലപാടുണ്ടാവാം. അദ്ദേഹത്തിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട്, ജാതി, ഭരണവ്യവസ്ഥ, ഇതെല്ലാം വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു. പക്ഷേ ബോബി ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ, അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ബോബിയുടെ പുസ്തകത്തിൽ പറഞ്ഞ അദ്ദേഹം ഒരു അവസാനിക്കാതെ ഒഴുകുന്ന ഒരു പുഴ പോലെയാണെന്നാണ്. നിരന്തരം നവീകരിക്കപ്പെടുകയും അദ്ദേഹത്തിനെക്കുറിച്ചുള്ള പഠനമല്ല, വ്യക്തിത്വം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു യുവ ബാരിസ്റ്ററായി ആരംഭിച്ച കാലം മുതൽ, സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ അദ്ദേഹത്തിനെ നിരന്തരം പുതുക്കിപ്പടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അത്ഭുതകരമായ രീതിയിൽ നിരന്തരം വികസ്വരമായിരുന്ന ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതൊരു പക്ഷേ പരസ്പര വിരുദ്ധമായ നിലപാടുകൾക്ക് കുപ്രസിദ്ധനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഇന്നലെ പറഞ്ഞത് എന്തുകൊണ്ട് ഇന്ന് നിങ്ങൾ മാറ്റി പറയുന്നു എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ, ഞാൻ അവസാനം പറഞ്ഞ കാര്യം മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതി. അങ്ങനെ സ്വയം നിരന്തരം നവീകരിക്കപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളെക്കുറിച്ച് നമുക്ക് വിമർശനം ഉന്നയിക്കാവുന്നതാണ്. സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകളുണ്ട്, ദളിത് പക്ഷ കാഴ്ചപ്പാടുകളുണ്ട്. ഇതിലൊക്കെ അദ്ദേഹം വിമർശന വിധേയനാവുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഈ മനുഷ്യൻ്റെ സത്യസന്ധത, തന്നോട് തന്നെയുള്ള സത്യസന്ധത, അതാർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജീവിതത്തിൻ്റെ പ്രായമൊന്നും അധികം ആവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, വാസ്തവത്തിൽ അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹം വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ ഇന്നതാണ് സത്യം, ആ സത്യത്തെ നിരന്തരം അതിനെ പിന്തുടരുകയും അതിനെ നിരന്തരം വിചാരണ ചെയ്യുകയും അതിനെ തൻ്റെ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഗാന്ധിജി എന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചും വൈക്കത്തെ അദ്ദേഹത്തിൻ്റെ സമരത്തെക്കുറിച്ച്, ഇന്നിപ്പോൾ വളരെ കൃത്യമായ സമയമാണ്, ഏതാണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞ സമയമാണ്. വൈക്കം സമരം സംബന്ധിച്ച് ഗാന്ധിജിയുടെ നിലപാടുകൾ ഇതുപോലെ വളരെ ആഴത്തിലും വളരെ വിശദമായും പഠിക്കുകയും വിമർശനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. അതിലേറ്റവും സമീപകാലത്തുണ്ടായ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഓഥറിൻ്റെ പുസ്തകമാണ് മേരി എലിസബത്ത് കിങ് എന്ന് പറയുന്ന അമേരിക്കക്കാരിയായ ഒരു വനിത. അവർ കേരളത്തിൽ വരികയും ആ പുസ്തകം പരിചയപ്പെടുത്തുകയും ചെയ്ത് 4-5 വർഷം മുമ്പ് ഞാൻ ആ പുസ്തകം പരിചയപ്പെടുത്തുന്ന ആ പണിയും ഞാൻ ചെയ്തിരുന്നതാണ്. എനിക്കൊന്നൊരു 8 വർഷം മുമ്പ് ഇവിടെ ആ പുസ്തകം. അവരൊരു 75-80 വയസ്സ് അടുത്ത സ്ത്രീയാണ് വാസ്തവത്തിൽ. പക്ഷേ വൈക്കം സമരത്തെക്കുറിച്ച്, വൈക്കം സത്യാഗ്രഹവും ഗാന്ധിജിയും തമ്മിലുള്ള ഒരു പക്ഷേ വളരെ ഒറിജിനലായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിനകത്ത് പക്ഷേ തീർച്ചയായിട്ടും അത് വളരെ ശക്തമായ വിമർശനമാണ്. ഈ അംബേദ്കറിൻ്റെയും മറ്റും കാഴ്ചപ്പാടിലുള്ള വിമർശനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തരത്തിലുള്ള വിമർശനം, അതിശക്തമായ വിമർശനമാണ്. അതിൽ അവർ പറയുന്നത് വൈക്കം സത്യാഗ്രഹം വാസ്തവത്തിൽ ഒരു
പരാജയമായിരുന്നു എന്നാണ്. വൈക്കം സത്യാഗ്രഹം പരാജയമായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദി ഗാന്ധിജി തന്നെയാണ്. അവർ ഗാന്ധിജിയുടെ ഗാന്ധിജിയോട് വളരെയധികം ബഹുമാനവും ഗാന്ധിജിയുടെ പഠനങ്ങൾ, കാരണം അമേരിക്കയിലെ ഈ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിലൊക്കെ പങ്കെടുത്ത ഒരു സ്ത്രീയാണ്, വൈറ്റാണ്, പക്ഷേ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണ്. ആ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് വളരെയധികം കടപ്പെട്ടിരിക്കുന്ന ഗാന്ധിജിയോടാണ് മാർട്ടിൻ ലൂതർ കിങ് ഒക്കെ ഇതിനകം പ്രഖ്യാപിച്ചതുപോലെ എന്ന് സമ്മതിക്കുന്ന ആളാണ്. പക്ഷേ എന്താണ് ഗാന്ധിജിയുടെ ദർശനത്തിൻ്റെയും ലോകവീക്ഷണത്തിൻ്റെയും ഒക്കെ പരിമിതി എന്ന് തെളിയിക്കപ്പെട്ട ഒരു സന്ദർഭമാണ് വൈക്കം സത്യാഗ്രഹം എന്നാണ് മേരി എലിസബത്ത് പറയുന്നത്. ബോബി ആ പുസ്തകവും വായിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് പ്രധാനപ്പെട്ട കാരണം ഈ സമരങ്ങൾ മനുഷ്യനെ മാനസാന്തരപ്പെടുത്തുന്നതിൽ കൂടി മനുഷ്യനെ മാറ്റി തീർക്കാം, അല്ലെങ്കിൽ വ്യവസ്ഥകളുടെ അധികാര വ്യവസ്ഥകളുടെ തെറ്റുകളെ തിരുത്താം, ഘടനാപരമായ തെറ്റുകളെ പോലും തിരുത്താം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അവസാനം വരെ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു നിലപാട്. ആ നിലപാടിൻ്റെ പൂർണ്ണ പരാജയമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ ഉണ്ടായത്. കാരണം ഇത്രയധികം ഈ 603 ദിവസം സമരം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അവിടുത്തെ മുഖ്യമായ വഴി, ഏറ്റവും പ്രധാനപ്പെട്ട വഴി തുറന്നു കൊടുക്കുക പോലും ചെയ്യാതിരുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ. തീർച്ചയായിട്ടും അതെല്ലാം വിമർശന വിധേയമാവേണ്ട, കൂടുതൽ വിമർശനാത്മകമായി തന്നെ ഇതിനെ പഠിക്കേണ്ടതാണ്. പക്ഷേ വളരെ സമഗ്രമായിട്ടുള്ള ഗവേഷണങ്ങളിലൂടെയാണ് അവരിത് കണ്ടെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയുള്ള ഗാന്ധിജിയുടെ ഈ നിലപാടിലുണ്ടായിരിക്കുന്ന ഈ ദൗർബല്യം എന്ന് അവർ കാണുന്ന ആ ദൗർബല്യം കാരണമാണ് അത് വാസ്തവത്തിൽ അതിനെ പല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ അംബേദ്കറും മറ്റ് ദളിത് ചിന്തകരും ഒക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം, ഗാന്ധിജിയെക്കുറിച്ചുള്ള ആരോപണത്തിനൊക്കെ ഏതാണ്ട് സാധുത നൽകുന്ന തരത്തിലുള്ളതാണ് ഈ പഠനം ഈ പറഞ്ഞത്. കാരണം അതെന്തുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും ഗാന്ധിജിയെ പറ്റി പറഞ്ഞ അവർ അങ്ങനെ ഒരു വർണ്ണവ്യവസ്ഥയുടെ അല്ലെങ്കിൽ ബ്രാഹ്മണ്യ വ്യവസ്ഥയുടെ മറ്റും അനുയായി ആയതുകൊണ്ടല്ല, ഗാന്ധിജി ശരിയെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്ന ഒരു നിലപാട് കാരണമാണ് ഇങ്ങനെ ആ സമരം പരാജയപ്പെട്ടത് എന്നാണ് മേരി എലിസബത്ത് കിങ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ എസ്തറിൻ്റെ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഞാൻ എൻ്റെ പഠനത്തിനിടയിലും എസ്തറിനുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള കത്തിടപാടുകളാണ് ഗാന്ധിജി ചെയ്തത്. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എസ്തർ തന്നെയാണ് പിന്നീട് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് ഒരുപാട് രസകരമായിട്ടുള്ള വശങ്ങൾ വെളിപ്പെടുന്ന ഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെയും ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകളുടെയും ഗാന്ധിജി എന്ന സ്വത്വത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വശങ്ങളെല്ലാം തുറന്നു വരുന്ന ഒരു സംഗതിയാണ് ആ കത്തുകൾ. ആ കത്തുകളിൽ ഒരിടത്ത് പറയുന്നത് ഈ എസ്തർ വളരെ ശക്തമായിട്ട് ഗാന്ധിജിയെ വിമർശിക്കുന്നത് ഇതാണ്, ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ദലിതരെ ഹിന്ദുമതത്തിലേക്ക് ഉൾച്ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽ നിന്ന് വിട്ടുപോകുന്നതിനെതിരായിട്ട് ഹിന്ദുമതത്തിലേക്ക് പൂർണ്ണമായിട്ട് ഉൾച്ചേർക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമം വാസ്തവത്തിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഗാന്ധിയുടെ ഒരു ഒരു അന്ധയാണെന്ന് പോലും പറയപ്പെടാവുന്ന തരത്തിലുള്ള ഒരു ആരാധികയാണ് എസ്തർ. ഗാന്ധിജിയോടുള്ള ഭക്തി കാരണം ഈ ഇന്ത്യയെ മതം മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരെ മതം മാറ്റാൻ വേണ്ടി ഇന്ത്യയിലെത്തിയിട്ട് അവർ പൂർണ്ണമായിട്ടും ആ പ്രസ്ഥാനം അവസാനിപ്പിച്ച് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ കൂടെ വരികയും ഗാന്ധിയുടെ ആളാവുകയും. പക്ഷേ അപ്പോഴും ഗാന്ധിജി പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ എന്തിനാണ് ബാപ്പു, താങ്കൾ എന്തിനാണ് ഇവരെ ഈ അമ്പലങ്ങളിൽ കയറ്റാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ എത്രയോ വലിയ കാര്യങ്ങൾക്ക് അവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അമ്പലങ്ങളിൽ കയറ്റുകയാണോ ആവശ്യം? അമ്പലങ്ങളിൽ കയറ്റുന്നതിലൂടെ അവരുടെ വഴികൾ വീണ്ടും അവരൊരു ആത്മീയ വിശ്വാസിയാണ്, മതവിശ്വാസിയാണ്. അവർ പറഞ്ഞു അമ്പലത്തിലേക്ക് അമ്പലങ്ങളിലേക്ക് ഇവരെ കയറ്റിയിട്ട് എന്താ ഗാന്ധിജിയുടെ ബാപ്പു എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം അവർക്കുണ്ടോ? അവരുടെ വളർച്ച തടയപ്പെടുകയല്ലേ അതോടുകൂടി ചെയ്യുന്നത്? അവരെ കൂടുതൽ ഇടുങ്ങിയ ഒരു വ്യവസ്ഥയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോവുകയല്ലേ എന്നൊക്കെ അദ്ദേഹം എസ്തർ പറയുന്നുണ്ട്. ഗാന്ധിജി അതിന് വളരെ സ്വതസിദ്ധമായ മറുപടിയാണ്. എസ്തർ, നീ പറയുന്നത്, എസ്തർ മൈ ചൈൽഡ് എന്നാണ് എസ്തറിനെ വിളിക്കുന്നത്. നീ പറയുന്നത് ശരിയാണ്. വാസ്തവത്തിൽ ഞാൻ സത്യാഗ്രഹ സമരം ചെയ്തത് അവിടെ ഈ അവർണരെ അടിച്ചമർത്തിയിരുന്ന, അല്ലെങ്കിൽ അവർണർക്ക് അവകാശം നിഷേധിച്ചിരുന്ന സവർണർക്ക് അവരുടെ പാപത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും കൂടെയായിരുന്നു ഞാൻ ഈ ചെയ്ത ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം. അവർണർക്ക് ഈ അമ്പലത്തിൽ കയറിയതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, പക്ഷേ സവർണർക്ക്, അവരെ അടിച്ചമർത്തിയ സവർണർക്ക് അവരെ അമ്പലം തുറന്നു കൊടുത്തോടുകൂടി അവരുടെ പ്രായശ്ചിത്തമാകുന്നു, അവരുടെ പാപത്തിൽ നിന്ന്
മോചിതരാക്കാൻ കഴിയും. അങ്ങനെ 2 വരിയിലാണ് അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതിനെപ്പറ്റി അതിനിശിതമായ വിമർശനം വി രാമസ്വാമി നായ്ക്കറും മറ്റും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ നിരന്തരമായിട്ട് ഗാന്ധിജിയെ. പക്ഷേ ഈ വിമർശനമെല്ലാം വരുമ്പോൾ ഈ പറഞ്ഞ ബോബിയുടെ പുസ്തകത്തിൽ പറയുന്നവർക്ക് മലയാളത്തിൽ എങ്ങനെയാണ് ഇത് സംബന്ധിച്ച വായനയും അതിവായനയും നടത്തിയിരിക്കുന്നത് അദ്ദേഹം ചൂണ്ടിക്കുന്നത്. അതിൽ ആദ്യം അതിനു മുമ്പ് ആ ചാപ്റ്ററിലല്ല, അതിനു മുമ്പ് തന്നെ പറയുന്നുണ്ട് അരുന്ധതി റോയ് ആണ് വാസ്തവത്തിൽ സമീപകാലത്ത് ഒരു അതിശക്തമായ നിരീക്ഷണം വിമർശനം ഗാന്ധിജിക്കെതിരെ അഴിച്ചുവിട്ടത്. അത് ഗാന്ധിജിക്കെതിരെ വിമർശനം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു എന്താ പറയുന്ന ഒരു ഭീകരമായ വിമർശനമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ഉദ്ദേശങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു പുസ്തകമാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന അംബേദ്കറിൻ്റെ പുസ്തകത്തിന് ഒരു പുതിയ എഡിഷൻ്റെ മുഖവരിയായിട്ട് ഗാന്ധിജിയെ പറ്റി പറയുന്നത്. അത്രയ്ക്ക് ഒരു മഹാത്മാവല്ല, അദ്ദേഹം ഒരു മഹാഭാവിയാണ് എന്നുള്ള മട്ടിലാണ് അരുന്ധതി റോയ് പോലും പറഞ്ഞിരിക്കുന്നത്. അതിൽ ബോബി തന്നെ അത് വിമർശിച്ചിരിക്കുന്ന രസം എന്ന് വെച്ചാൽ അവസാനം ഇത് പറഞ്ഞതിന്, അതായത് അംബേദ്കറെ അനുകൂലിച്ചും അംബേദ്കറാണ് യഥാർത്ഥ മഹാത്മാവെന്ന് പറയാനും വേണ്ടി നടത്തിയ അരുന്ധതി റോയിയുടെ ആ പഠനം വാസ്തവത്തിൽ ഒരുപാട് ദളിത് ചിന്തകരുടെ വിമർശനത്തിനാണ് വിധേയമായത്. കാരണം അത് അവർ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടല്ല, അംബേദ്കറിന് വേണ്ടി പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം, നിങ്ങൾ ഈ ദളിത് വിഭാഗത്തിലൊന്നും പെട്ടതല്ലല്ലോ എന്തായിരുന്നു അരുന്ധതി റോയ്ക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട അർത്ഥശൂന്യമായിട്ടുള്ള വിമർശനം. എന്നത് ബോബി തന്നെ പറയുന്നുണ്ട്. വാസ്തവത്തിൽ അരുന്ധതി റോയ്ക്ക് അത് ഒരർത്ഥത്തിൽ ഒരു കാവ്യനീതി പോലെയായി. കാരണം അരുന്ധതി റോയ് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം, ഒരു ഗുജറാത്തി ബനിയായിരുന്നു നിങ്ങൾക്ക് ഇന്ത്യയിലെ ഈ ദളിതർക്കെതിരായി പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്നുള്ള മട്ടിലായിരുന്നു അരുന്ധതി റോയുടെ വിമർശനം. അപ്പോൾ വാസ്തവത്തിൽ അത് അവസാനം ബൂമറാങ് പോലെ അവരുടെ പേരെ തന്നെ പതിച്ചതിനെക്കുറിച്ച് ബോബി ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ മലയാളത്തിലുണ്ടായിരുന്ന ഈ ദളിത് ചിന്തകർ എന്ന് സ്വയം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ സ്വയം അങ്ങനെ രീതിയിൽ വിമർശനം നടത്തുകയും ചെയ്യുന്ന ചിലരുടെ അമിതമായ വിമർശനത്തെക്കുറിച്ച് അതിനകത്ത് 1-2 പേരുടെ പേര് ജയരഘുവിൻ്റെയും മറ്റും അതിശക്തമായി ബോബി തന്നെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ടി ശ്രീകുമാറിൻ്റെ വിമർശനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഈ ദളിത് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ എന്ന് വിളിക്കുന്ന രീതിയിൽ വന്നിരിക്കുന്ന കേരളത്തിൻ്റെ സമീപകാല വിമർശനം, ഈ സമീപകാലത്ത് കൂടുതലും അങ്ങനെയുള്ളതാണ്. തീർച്ചയായിട്ടും പരമ്പരാഗത ഇടതുപക്ഷം ഗാന്ധിജി, അത് ബോബി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, പരമ്പരാഗത ഇടതുപക്ഷം ഗാന്ധി വിമർശനത്തിനെ ഏതാണ്ട് അവസാനിപ്പിച്ചതിന് മുമ്പ് ബുർഷ്വാ ദേശീയതയുടെ പ്രതീകമാണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും സമീപകാലത്ത് അവർ ഗാന്ധിജിയെ ഒരു വലിയ ഇടതുപക്ഷം ഗാന്ധിജിയുടെ അനുകൂലികളായി മാറിയിട്ടുണ്ട്. മറ്റ് പരമ്പരാഗത ഇടതുപക്ഷവും വാസ്തവത്തിൽ ഈ സമീപകാലത്ത് അത് പിന്നെ പലരെ പറ്റിയും അവർ വിമർശിക്കാനും പഠിക്കാനും തന്നെ തയ്യാറാവാത്തതിൻ്റെ ഫലമായിരിക്കാം ഈ ഇടയായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇപ്പോൾ കൂടുതലും വന്നിരിക്കുന്ന ഒരു ഹിന്ദുത്വ ചേരിയിൽ നിന്ന് ഒരു വശം, മറ്റൊന്ന് ഈ ദളിത് വിഭാഗം, ദളിത് ഇൻ്റലക്ച്വൽസ് എന്ന് വിളിക്കുന്ന സ്വത്വവാദികളുടേതായ പ്രധാനപ്പെട്ട വിമർശനമാണ്. അതെങ്ങനെ മറ്റൊരു എക്സ്ട്രീമിലേക്ക്, ഈ പെൻഡുലം മറ്റേ എക്സ്ട്രീമിലേക്ക് പോയാൽ, ഗാന്ധിയെ ഈ പറഞ്ഞ പോലെ ഒരു അരുന്ധതി റോയും മറ്റും പറഞ്ഞ പോലെ അദ്ദേഹം ഒരു വലിയ ഗൂഢാലോചനക്കാരനാണ്. ഇത് മുഴുവൻ തൻ്റെ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ വ്യവസ്ഥയോട് അല്ലെങ്കിൽ സനാതന ഹിന്ദുത്വത്തോടുള്ള തൻ്റെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു ഗൂഢാലോചന എന്ന് പറഞ്ഞു. കാരണം ഇവരെല്ലാം ദളിതരെല്ലാം ഹിന്ദുമതം വിട്ടുപോകുന്നതുകൊണ്ടാണ് അവർക്ക് വേണ്ടി കൊണ്ടുവന്നത് എന്ന്, അവർക്ക് വേണ്ടി വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. ഇതിനകത്ത് പറയുന്നത് എനിക്കറിഞ്ഞൂടാ, ബോബി കേട്ട ഒരു പ്രസംഗത്തെക്കുറിച്ചാണ്. ജയരഘു ഇവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ, ജയരഘു ഇല്ല. ജയരഘുവിനെ പറ്റി പറഞ്ഞത്, ജയരഘു ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ടി കെ മാധവൻ വാസ്തവത്തിൽ അതിനു മുമ്പ് തന്നെ സത്യവ്രതാനന്ദൻ അല്ലേ, സത്യവ്രത സ്വാമി, അതെ, ഗുരുവിൻ്റെ ആദ്യത്തെ ബോധാനന്ദ സ്വാമി, ബോധാനന്ദ സ്വാമിയും സംഘവും ചേർന്ന് ഒരു വളരെ ശക്തമായ ഒരു സമരം നടത്തുകയും ദലിതരെ, പിന്നോക്ക വിഭാഗക്കാരെ ഒരു വലിയ കലാപത്തിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാസ്തവത്തിൽ ഹിന്ദുത്വവാദികൾ സംഘടിപ്പിച്ച് ടി കെ മാധവനെ ഗാന്ധിജിയുടെ അടുത്തെത്തി. അങ്ങനെ പൂർണ്ണമായിട്ടും ആ ഒരു എന്താ പറയുക, വിപ്ലവകരമായ ഒരു മുന്നേറ്റത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹിന്ദുത്വവാദികളുടെ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ഇതിലൊന്ന് എന്നൊക്കെ പറയുന്ന, ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ബോബി പറയുന്ന പോലെ അതിവായനയുടെയോ അല്ലെങ്കിൽ ഒരു തരത്തിൽ അർത്ഥശൂന്യമായിട്ടുള്ള വിമർശനത്തിൻ്റെയൊക്കെ. അപ്പോൾ വാസ്തവത്തിൽ ഈ 2-3 വശങ്ങൾ കൂടെയുള്ള ഒരു
ചില കുടുക്കുകളിൽ പെട്ടിരിക്കുകയാണ് പല സ്ഥലത്തും ഗാന്ധിജി, പ്രത്യേകിച്ച് മലയാളത്തിൽ വാസ്തവത്തിൽ ഇതുപോലെയുള്ള ഇപ്പോൾ ബോബി നടത്തിയിരിക്കുന്ന പോലെ വളരെ വസ്തുനിഷ്ഠമായ ഗാന്ധിജിയോടുള്ള വിമർശനവും ഗാന്ധിജിയോടുള്ള ആനുകൂല്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഗാന്ധിജിയെ സമീപിക്കാം, ഗാന്ധിജിയുടെ സംഭാവനകളെ സമീപിക്കാം എന്നുള്ളതൊക്കെ വാസ്തവത്തിൽ ഈ പുസ്തകത്തിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതാണ് വാസ്തവത്തിൽ കാരണം മലയാളത്തിൽ ഇങ്ങനത്തെ പുതിയ ഗാന്ധി പഠനങ്ങൾ ഇതുപോലെയുള്ള ക്രിട്ടിക്കലാണ്, അതേസമയത്ത് എന്താ പറയുക, ഒരുതരം ഖണ്ഡന വിമർശനം ആയിട്ട് അല്ലെങ്കിൽ അതിനെ കണ്ടം ചെയ്തുകൊണ്ട് തകർത്ത് കളയുന്ന തരത്തിലുള്ള പോകുന്നതിന് പകരം കൂടുതൽ വസ്തുനിഷ്ഠമായ, കൂടുതൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള, കൂടുതൽ ഗാന്ധിജിയുടെ എല്ലാ വശങ്ങളും കാണുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള കാഴ്ചപ്പാടും വിമർശനവും വാസ്തവത്തിൽ മലയാളത്തിൽ അധികം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് ഒരു സവിശേഷമായിട്ടുള്ള ഒരു പ്രസക്തിയും കൂടെ ഈ കാലഘട്ടത്തിലുണ്ട്. ഈ പുസ്തകത്തിന് കൂടുതൽ വിശദമായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടാവട്ടെ, ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവട്ടെ, ഈ പുസ്തകത്തിന് വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തത് അധ്യക്ഷ പ്രസംഗമാണ്. വളരെ മനോഹരമായ ഒരു പ്രഭാഷണമാണ് എം ജി രാഷ്ട്രീയൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രത്യേകിച്ച് അഭിനന്ദനം. ഗാന്ധിയും അംബേദ്കറും വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ വൈക്കത്തെ ഗാന്ധിയും അംബേദ്കറും എന്ന പേരിലാണ് ശ്രീ ബോബി തോമസ് അദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ഇത് വൈക്കത്തെ മാത്രം ചുറ്റിപ്പറ്റിയ ഒരു ചിന്തയല്ല. ഇത് നമുക്ക് ദേശീയ തലത്തിലോ അന്താരാഷ്ട്ര തലത്തിലോ ഈ ധാരകളെ വികസിപ്പിക്കാൻ നമുക്ക് പറ്റും. ഏറെക്കുറെ ഇത് അദ്ദേഹം അതിൽ ചെയ്യുന്നുമുണ്ട്. ഗാന്ധിയുമായിട്ട് എനിക്ക് ഗാന്ധിയൻ ആശയങ്ങളുമായി വളരെ ചെറുപ്പത്തിലേ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ക്ഷുഭിത യൗവനത്തിൽ ഗാന്ധിയിലൂടെ കടന്നു പോകണം. കേരളത്തിൽ അതിന് അവസരം ഉണ്ടായിരുന്നില്ല പലപ്പോഴും. അതിൻ്റെ കാരണം ഗാന്ധിയെ എപ്പോഴും ഭരണകൂടം ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ എടുത്ത് ഉദ്ധരിക്കും. അപ്പോൾ ഈ യുവാക്കളിടയിൽ ഗാന്ധിയോടൊരു നീരസം സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടാവും. ബസ്സിൽ കയറിയ ടിക്കറ്റ് എടുക്കണം, ഗാന്ധി, സാധനം മേടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നമ്മൾ കേട്ട് ഇതൊരു പഴഞ്ചൻ ചിന്താധാരയാണ്, അല്ല അദ്ദേഹമാണ് ഈ വ്യവസ്ഥിതിയെ സംരക്ഷിക്കുന്ന ആൾ എന്ന് യുവാക്കൾ തെറ്റിദ്ധരിക്കുകയായിരുന്നു. പക്ഷെ കാലക്രമത്തിൽ അതിൽ മാറ്റം വരുന്നു. അംബേദ്കറിനെയും ഗാന്ധിയും നമ്മൾ വിലയിരുത്തുമ്പോൾ അംബേദ്കർ ഇത് വൻ മരങ്ങളാണ്, രണ്ട് മരങ്ങളാണ്. അല്ലെങ്കിൽ ഇടത് കൈ വലത് കൈ എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രത്തിൻ്റെ വലിയ രണ്ട് ചിന്താധാരകളാണ്. ഇന്നും കാലികമായി പ്രസക്തിയുള്ളതുമാണ്. ഗാന്ധി അന്ന് മുൻതൂക്കം കൊടുത്തത് ദേശീയത എന്ന് ഞാൻ പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിനാണ് അദ്ദേഹം മുഖ്യ പ്രാധാന്യം കൊടുത്തത്. അംബേദ്കർ കൊടുത്തത് സാമൂഹിക രംഗത്തുണ്ടായിട്ടുള്ള അന്നത്തെ വിവേചനത്തെ നമുക്കെങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് വളരെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയ ദുഃഖത്തിൽ നിന്നാണ് അദ്ദേഹം ആ ചിന്തയ്ക്ക് മുൻതൂക്കം കൊടുത്തത്. അതിലേത് വേണം ആദ്യം എന്നുള്ളതായിരുന്നു പ്രശ്നം. അംബേദ്കർ പറഞ്ഞു, ഇപ്പോൾ ദേശീയമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും ഈ വിവേചനം ഇവിടെ നിലനിൽക്കുകയാണ്, പലതരത്തിലുള്ള വിവേചനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും ഈ ജാതിപരമായ വലിയ വിവേചനം നിലനിൽക്കുന്നു. ഇപ്പം വൈക്കത്തെ ഇഷ്യൂ എന്നറിയാം. നമ്മൾ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടല്ല, ക്ഷേത്രത്തിന് അടുത്തൂടെ നടന്നു പോകാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് നമ്മളവിടെ സമരം ചെയ്യുന്നത്. ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുന്ന ഗാന്ധി വ്യത്യസ്തനാണ്. അദ്ദേഹം നമ്മുടെ ജാതി വ്യവസ്ഥയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വൈശ്യ സ്വഭാവത്തിൽ ജീവിച്ച ഒരാൾ ദക്ഷിണാഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് എ ക്ലാസ് ടിക്കറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം അവിടെ ജാതി വിവേചനം, വർണ്ണവിവേചനം അനുഭവിക്കുകയാണ്. അദ്ദേഹം ഈ വൈക്കത്ത് വരുമ്പോഴും അദ്ദേഹം അനുഭവിക്കുന്നത് അത് തന്നെയാണ്. അദ്ദേഹം ബ്രാഹ്മണനല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്പ്യാതിരി അദ്ദേഹത്തെ കുടുംബത്തിൽ കയറ്റുന്നില്ല, അവിടെ കയറ്റുന്നില്ല. അപ്പോൾ ജാതി വിവേചനം സ്വയം അനുഭവിച്ച ആൾ തന്നെയാണ് ഗാന്ധി എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ രണ്ട് ഇഷ്യൂകൾ ഏത് മുന്നിൽ വേണം? അപ്പോൾ ഗാന്ധി എക്കാലത്ത് കുറച്ച് വിശ്വസിച്ചത് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിതമായി സ്വതന്ത്ര നമ്മുടെ ജനതയിലേക്ക് അധികാരം വരുമ്പോൾ നമുക്കിത് പരിഹരിക്കപ്പെടും. നമുക്ക് വ്യക്തമായൊരു ഭരണഘടന വരുമ്പോൾ നമുക്കിത് പരിഹരിക്കപ്പെടും. പക്ഷേ സ്വാഭാവികമായിട്ടും
നമ്മളുടെ അംബേദ്കറിൻ്റെ ഭാഗത്തു നിന്നുള്ള ചിന്ത വന്നത് എവിടെയും തഴയപ്പെടുന്നു, ഇത്തരം കാര്യങ്ങൾക്കൊന്നുമേ പ്രാമുഖ്യം കൊടുക്കുന്നില്ല. പിന്നെ അവർ വിദ്യാഭ്യാസ രംഗത്തായാലും സാമൂഹിക രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തും ദളിത് വിഭാഗങ്ങൾ ഏതാണ്ട് അന്ന് നല്ലൊരു ശതമാനം ദളിത്സ് ഉണ്ട്, അവരെല്ലാം ഇങ്ങനെ പിന്തള്ളപ്പെടുന്നു, അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള വേദനയാണ് അദ്ദേഹത്തിനുണ്ടായത്. ഇത് രണ്ടും ശരിയാണ്. പക്ഷേ നമ്മൾ ആകെ തുക എടുക്കുമ്പോൾ വൈക്കത്തെ കാര്യത്തേക്ക് മടങ്ങി വരാം. ഈ പുസ്തകത്തിൽ അതെല്ലാം പറയുന്നുണ്ട്. ഇപ്പം ചേട്ടൻ ചൂണ്ടിക്കാണിച്ച അരുന്ധതി റോയിയുടെ വിമർശനം, ആ വിമർശനത്തെ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ന്യൂ ലെഫ്റ്റ് റിവ്യൂ എന്ന മാഗസിൻ്റെ എഡിറ്ററായിരുന്ന റീഡ് ആൻഡേഴ്സൺ അല്ലേ, അദ്ദേഹം പെറി ആൻഡേഴ്സൺ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തെ ചുറ്റിപ്പറ്റിയാണ് അരുന്ധതി റോയി വലിയ വിമർശനം ഉയർത്തിയത്. അതിൻ്റെ ഒരു കോപ്പി റൈറ്റ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ്. സത്യത്തിൽ ഗാന്ധി ആയാലും അംബേദ്കറിനെ ആയാലും നമ്മുടെ ഇന്ത്യൻ വീക്ഷണകോണിലൂടെ നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഒരു പുറത്തുള്ള വീക്ഷണകോണുമായിട്ട് വ്യത്യാസമുണ്ട്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളിനെ നമ്മൾ തുല്യമായി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ അതൊരു നെഗറ്റീവാണ്. പല രാഷ്ട്രീയക്കാരും ഈ തന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. പത്രപ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ രാഷ്ട്രീയക്കാരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ മനുഷ്യനെ അകറ്റുന്നവർക്ക് റെസ്പെക്റ്റ് കൂടുന്നു എന്നുള്ളതാണ്. വീട്ടിനകത്ത് കയറിയിരിക്കുക, നമുക്ക് ഒന്നിച്ചിരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസ്പെക്റ്റ് അല്ല. വെളിയിലിരുന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് വലിയ ആദരവ് തോന്നുന്നു. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ 5000 വർഷത്തെയോ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില സാഹചര്യങ്ങളുടെ ഒരു ആകെത്തുകയാണത്. അപ്പോൾ ഓരോ രാഷ്ട്രത്തിനും ഇങ്ങനെ അത് മാറ്റിയെടുക്കാൻ സമയമെടുക്കും. ഇപ്പം ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഒരു പക്ഷേ ആധുനിക രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പരിവർത്തനം നടന്ന രാജ്യങ്ങളൊന്ന് അമേരിക്കയാണ്. അവർ സ്വന്തമായി ഭരണഘടന ഉണ്ടാക്കിയതിന് ശേഷം അടിമത്തം അവസാനിപ്പിച്ചതിന് ശേഷം 1 നൂറ്റാണ്ട് കഴിഞ്ഞാണ് ബ്ലാക്സിന് വോട്ടവകാശം കൊടുത്തത്. നമ്മുടെ ആളുകൾക്ക് അങ്ങനെ ഒന്നും വേണ്ടി വന്നില്ല. അവിടെ സ്ത്രീകൾക്ക് അവിടെ വലിയ കലാപം നടന്നു. അക്കാലത്ത് കലാപം നടന്ന് എത്രയോ പേർ മരിച്ചതിന് ശേഷമാണ് ഒരു വോട്ടവകാശം അവർക്ക് കിട്ടുന്നത്. ഈ ബ്രിട്ടനിലായുള്ള ചരിത്രം നമുക്കറിയാം. സ്ത്രീകളുടെ വലിയ സമരങ്ങൾ നടന്നു. പക്ഷേ നമുക്ക് എല്ലാം വെള്ളിത്താഴത്തിൽ വെച്ച് തരികയാണ് ചെയ്തത്. നമ്മളിതൊന്നും അറിഞ്ഞതേയില്ല. ഭരണഘടന എന്ന് പറഞ്ഞ മഹത്തായ ഒരു സംവിധാനത്തിലൂടെ ഇവിടെ ജനിച്ച എല്ലാ മനുഷ്യർക്കും വോട്ടവകാശം കിട്ടുന്നു, തുല്യനീതി കിട്ടുന്നു, സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടുന്നു. ഇതെല്ലാം നമുക്ക് കൈത്താഴത്തിൽ വെച്ച് തന്നിരിക്കുകയാണ്. ഇനിയും നമ്മൾ വൈക്കത്തേക്ക് നമ്മൾ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. വൈക്കത്ത് ഗാന്ധി ഇന്ത്യയിൽ വന്ന ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇതിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ആദ്യം എടുത്ത 2 പരീക്ഷണങ്ങൾ നമ്മുടെ കേരളത്തെ ചുറ്റിപ്പറ്റിയാണ്. ആദ്യം ചമ്പാരനിലെ സമരമുണ്ട്. ചമ്പാരനിൽ പോലും നമ്മൾ നോക്കണം ഗാന്ധിയുടെ സൂക്ഷ്മ ദൃഷ്ടി. അദ്ദേഹം അവിടെ നീലം കൃഷി ചെയ്യുന്നതിൽ നമ്മളെ ബയോഡൈവേഴ്സിറ്റി അത് നശിപ്പിക്കുമെന്നുള്ളൊരു ആശയം പോലും അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. പിന്നെ എത്രയോ കാലം കഴിഞ്ഞാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്നൊക്കെ വരുന്നത്. അദ്ദേഹത്തിന് ഈ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വലിയ പ്രതിഭാശാലികളെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. അംബേദ്കറിനും അതുണ്ടായിരുന്നു. അംബേദ്കറും അവസാനം ചെന്നെത്തുന്നത് ഗാന്ധി ആദ്യം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മതമൂല്യങ്ങളെ എങ്ങനെ രാഷ്ട്രീയത്തിലേക്കും സമൂഹത്തിലും ആഴത്തിൽ പതിപ്പിക്കാമെന്ന ഗാന്ധിയുടെ പരീക്ഷണത്തിൽ തന്നെയാണ് അവസാനം അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് ചേരുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ വൈക്കത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വൈക്കത്ത് അദ്ദേഹം സമരത്തിന് വരുന്നതിന് മുമ്പ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി അദ്ദേഹവും ഷൗക്കത്ത് അലിയും കൂടെ അദ്ദേഹവും കൂടെ ആദ്യം കേരളത്തിൽ വരുന്നത് കോഴിക്കോട്ട് ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിന് ശേഷം. പക്ഷേ ഈ ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുകയും അത് ലഹളയാക്കി മാറ്റുകയും അത് വലിയൊരു സംഘർഷം എന്തുദ്ദേശത്തോടു കൂടിയാണോ ഗാന്ധിയും ഷൗക്കത്ത് അലിയും ഇവിടെ വന്നത് അതിന് നേരെ വിരുദ്ധമായ പ്രവർത്തനമായിട്ട് മാറ്റുകയും ചെയ്തു. ഇത് ഗാന്ധിയിൽ വളരെ അധികം ആഴത്തിൽ അത് സ്വാധീനിച്ചു. അദ്ദേഹത്തിന് ആ പരീക്ഷണം കേരളത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് ഗാന്ധി ഇവിടെ വരുന്നില്ല. കാരണം ഈ വക്കം മൗലവിയെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി അദ്ദേഹം ഇതുകൊണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഗാന്ധി രണ്ടാമത് വരുമ്പോൾ മലബാറിൽ പോകണം, അവിടെ ജനങ്ങൾ വളരെ അകന്ന് കഴിയുകയാണ്, വലിയ പ്രശ്നങ്ങളാണ്. ഗാന്ധി പറഞ്ഞതാണ് അദ്ദേഹം ഒഴിഞ്ഞുപോയി. കാരണം എൻ്റെ കൂടെ ദേശീയ നേതാക്കളായ മുസ്ലിംസ് ആരുമില്ല, അവർ വരുമ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞാണ് ഗാന്ധി മടങ്ങുന്നത്. അതിനുശേഷമാണ്
ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് തന്നെ ഉപയോഗിക്കുന്നത് ജാതി വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അവരാലോചിക്കുമ്പോൾ ഇന്ത്യക്കകത്തുള്ള ജാതി വ്യവസ്ഥകളെ, ഭിന്നതകളെ ഇങ്ങനെ മൂർപ്പിച്ച് ഇതിനകത്ത് ഇത് അകം തന്നെ തകർത്ത് കളയുക എന്നുള്ളൊരു സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോഴാണ് ഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ സൂക്ഷ്മതയോടെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നീങ്ങുന്നത്. 36 നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരം വന്നപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുകൂടെ നമ്മൾ ആലോചിക്കണം. ആർക്കും പക്ഷേ കുറച്ച് കാലം കൂടെ കണ്ടിരുന്നു. സ്വാതന്ത്ര്യം വന്നപ്പോൾ നമുക്ക് 50-ന് ശേഷം ഇപ്പോൾ നമുക്ക് ഏത് ക്ഷേത്രത്തിലും ഏത് ആളുകൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർക്ക് കയറാം. അതിൽ രസകരമായ മറ്റൊരു വസ്തുത, നമ്മൾ ജോർജ് ജോസഫ് സാറിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഇതിനകത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അതിനകത്ത് അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ ആൾ ജയിലിനകത്ത് പോകുന്നുണ്ട്, സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ ജയിലിനകത്ത് പോകുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഹിസ്റ്ററി ഒന്നും നമുക്കറിയത്തില്ല, ആരാ ഏതാന്ന് പോലും. അതിനകത്ത് അതുപോലെ തന്നെ പിന്നെ കണ്ണിൽ അല്ലേ നമ്മുടെ ആ സമരത്തിൽപ്പെട്ടവരുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചൊന്നും നമുക്ക് പഠിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർക്ക് ചരിത്രത്തെ സംബന്ധിച്ച് വളരെ ഉൾക്കാഴ്ച കുറവും രേഖപ്പെടുത്തുന്ന കാര്യങ്ങളും ഇപ്പോൾ ഞാനിപ്പോൾ KWJ ഇപ്പം അവിടെ ഒരു മീറ്റിംഗ് അവിടെ പരിപാടി കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ഞങ്ങളുടെ ആദ്യകാല നേതാക്കന്മാരുടെ പേര് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല, പത്രപ്രവർത്തകരായിട്ട് പോലും അവിടെ നിന്ന് എഴുതി വെച്ചിട്ട് പോലും ഇല്ല. പക്ഷേ നമുക്കത് മാറും, നമ്മുടെ ആൾക്കാർ മാറി മാറി വരും. എന്തായാലും ഈ പുസ്തകം, ഇതുപോലെയുള്ള പുസ്തകങ്ങൾ ആഴത്തിൽ ഇപ്പോൾ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ വലിയ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ അത് സയൻസിലാണെങ്കിൽ പോലും തമസ്കരിക്കാൻ ശ്രമിക്കുമ്പം നമ്മളത് വേറൊരർത്ഥത്തിൽ പ്രകൃതി സംരക്ഷിക്കും എന്നുള്ളതാണ്. ചരിത്രത്തെ ഐതിഹ്യങ്ങൾ കൊണ്ടും കെട്ടുകഥകൾ കൊണ്ടും കൂട്ടിക്കലർത്തി അത് തകർക്കാൻ ശ്രമിക്കുമ്പം നമ്മളുടെ ജനതയിൽ നിന്ന് സത്യം അന്വേഷിച്ച് വരും. നമുക്ക് നമ്മുടെ ഭൂതകാലത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വർത്തമാനകാലത്തിലൂടെ ഭാവിയിൽ മെച്ചപ്പെട്ട ഒരു സമൂഹമായി മാറുന്നതിന് നമ്മൾ ചരിത്രം പഠിക്കണം. ഗാന്ധി ആരാന്ന് പഠിക്കണം, അംബേദ്കർ ആരാന്ന്. അംബേദ്കറിലെ ധാരാളം ശരികളുണ്ട്. ഇന്നും നമ്മൾ ഓർക്കേണ്ടത് 2024-ലും വളരെ വിശാലമായൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളത് വളരെ ചെറിയ വാക്കുകളിൽ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസുകളിലുണ്ട്. അവിടെ ഇതേ സംവിധാനം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു മാനേജറുടെ സ്വഭാവമല്ല സീപ്പർക്കുള്ള സ്വഭാവമല്ല മന്ത്രിക്കുള്ളത്. നമ്മൾ പണ്ട് ബ്രാഹ്മൺസിനെ കളിയാക്കും, ഹോയ് ഹോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു. നമ്മുടെ മന്ത്രിമാരും ശ്രദ്ധരായിട്ടുള്ളവർ പോകുമ്പോൾ നോക്കിയാൽ മതി, അതിലും ഭീകരമാണ്. അന്ന് ഒരു ആളും കൊണ്ട് 2 പേര് കൂടെ പോകുന്നെങ്കിൽ ഇനി AK-47 കൊണ്ടും എന്തെല്ലാം പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. മനുഷ്യനെ ആട്ടി അകറ്റുകയും ഭയപ്പെടുത്തി ഓടിക്കുകയും ഒരു വലിയ അധികാര സ്ഥാനത്ത് രാജാവിന് മുഖം കാണിക്കാൻ പോലും നമുക്ക് പിന്നെ ഒരു പക്ഷേ അന്ന് നമ്മൾ ജീവിച്ചിട്ടില്ല, ഒരു പക്ഷേ ഒരാളിന് കഴിഞ്ഞിരിക്കാം. ഇപ്പം നമ്മുടെ ജനപ്രതിനിധികളെ പോലും നമുക്ക് കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്കും കാലം കടന്നു പോകുന്നു. രാഷ്ട്രീയം തന്നെ, നമ്മുടെ ദേശീയ രാഷ്ട്രീയം എടുത്താലും നമ്മുടെ രാഷ്ട്രത്തിന് സുരക്ഷിതമാണോ ഇതെല്ലാം വിലയിരുത്തണം. മനുഷ്യനെ ഭിന്നിപ്പിക്കുകയാണോ ചേർത്ത് പിടിക്കുകയാണോ, പിന്നെ ജനങ്ങളുടെ പേരിൽ ഭരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണോ, നമ്മുടെ പൊതുസ്വത്ത് എങ്ങനെയൊക്കെയാണ് ചെലവഴിക്കുന്നത്, ഇങ്ങനെ ധാരാളം വലിയ വിഷയമാണത്. അപ്പോൾ ഈ ഗാന്ധിയും അംബേദ്കറും വൈക്കത്തെ എന്നുള്ള ഒരു ബുക്ക്, ഈ ഒരു പുസ്തകം തുറന്നു വെക്കുന്നത് വിശാലമായ ലോകമാണ്. അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ ഒന്നും ചർച്ച ചെയ്ത് തീർക്കാവുന്നതല്ല. ധാരാളം ഗവേഷണം അദ്ദേഹം ഈ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. നമുക്കിനിയും ഇത് സംബന്ധിച്ച് ധാരാളം പുസ്തകങ്ങൾ വേണം. ഗാന്ധി പറഞ്ഞതുപോലെ ഞാൻ പറയുന്നത് അപ്പടി കേട്ടുപോകുന്ന ആൾക്കാരെ എനിക്ക് വേണ്ട, എന്നെ വിമർശിക്കുകയും ചേട്ടൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ അവസാനം പറഞ്ഞെടുത്താൽ മതി. ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു, ഇപ്പോൾ മങ്ങാട് ചേട്ടനോട് തന്നെ ഞാൻ ചോദിക്കുകയായിരുന്നു. അന്ന് നമ്മുടെ പ്രിയപ്പെട്ട P. മോഹനേട്ടൻ ഒരു കാർട്ടൂൺ പഠിച്ചിരുന്നു. പൂർണ്ണോദയ മാസികയിലാണ്, ഗാന്ധിയന്മാരുടെ ഒരു മാസികയാണ്, അതിലാണ് വന്നിരുന്നത്. ഹൂ അഫ്രൈഡ് ഗാന്ധിയൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പല ഗാന്ധിയന്മാരുമായിട്ടും വളരെ ചെറുപ്പത്തിൽ എനിക്ക് പരിചയവും അടുപ്പമുണ്ട്. അവരെല്ലാം ഗാന്ധി പച്ചവെള്ളം ചവച്ച് കുടിക്കാൻ പറഞ്ഞ് ഞങ്ങളും കുടിക്കുന്നു, ഞങ്ങൾ രാവിലെ ഇഡ്ഡലി കഴിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളും കഴിക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ അവർ റെവല്യൂഷണറി ആയിട്ട് ഗാന്ധിയൻ ഡൈനാമിസമോ അല്ലെങ്കിൽ ഗാന്ധിയുടെ പ്രതിഭയോ ഒന്നും പിന്നീട് വന്ന ഗാന്ധിയന്മാരൊന്നുമില്ല. നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ കേരളം ഉൾപ്പെടെ അനുഭവിക്കുന്നു. ഏതെങ്കിലും ഗാന്ധിയന്മാരുടെ ശബ്ദങ്ങൾ, ഗാന്ധിയന്മാർ എന്ന് ഞാൻ പറയുന്നില്ല, ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊണ്ടവരിൽ നിന്ന് പോലും ശ്രദ്ധേയമായ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല. അതിനർത്ഥം ഗാന്ധിയന്മാരെ ആഗ്രഹിച്ചിരുന്നുമില്ല എങ്കിൽ പോലും ആ ഊർജ്ജം ഉൾക്കൊള്ളുന്നത് വളരെ കുറവാണ്. പക്ഷേ പുതിയ കാലത്ത് പുതിയ മനുഷ്യർ ഗാന്ധിയെ വളരെ ആഴത്തിൽ മനസ്സിലാക്കി രംഗത്ത് വരുന്നുണ്ട്. അവരുടെ ആരുടെയും അടിമകളല്ല, സ്വതന്ത്ര ചിന്തകരാണ്.
അംബേദ്കറിനെയും കൂടെ ചേർത്ത് പറയണം. അംബേദ്കർ ഉയർത്തിയ മൂല്യങ്ങൾ ഇന്നും അദ്ദേഹം ആശങ്കപ്പെട്ട കാര്യങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഇപ്പോൾ ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാളിനെ ഒരു ഉയർന്ന സ്ഥാനത്ത് ഇരുത്തിയെന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ എക്കാലത്തും അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്. ഒരു ജനതയെ ആ ജനതയ്ക്കെതിരെ തന്നെ ഉപയോഗിക്കുക എന്നുള്ളൊരു വലിയ സ്ട്രാറ്റജി ഉണ്ട്. അത് എക്കാലത്തും ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്ന് വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഭാഗത്തിൽ നിന്നൊരാൾ വന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ നേരത്തെ അത് സൂചിപ്പിച്ച പോലെ ടി.കെ. ഒക്കെ സംഭവിച്ചതുപോലെ ഇപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു വിഭാഗം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇതെല്ലാം കണക്റ്റഡാണ്. ദളിത് അവകാശങ്ങൾക്ക് വേണ്ടി, ക്ഷേത്രപ്രവേശന അവകാശങ്ങൾക്ക് വേണ്ടി നമ്പൂതിരിമാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സവർണ ജാഥ നടത്തി നമുക്കിതിനകത്ത് വായിക്കാം. അതുപോലെ തിരിച്ചും മറിച്ചും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സമൂഹത്തെ ഏകധാര എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വൈവിധ്യമാർന്ന ധാരകൾ ഇതിനകത്തുണ്ട്. അത് വളരെ സമഗ്രവും സങ്കീർണവുമാണ്. അപ്പോൾ വിശകലനത്തിലൂടെ മാത്രവും വലിയ ആഴത്തിലുള്ള പഠനങ്ങളിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ കെട്ടുറപ്പുള്ള രാഷ്ട്രവും യോജിച്ച ജനതയായും, എന്നുവെച്ചാൽ ജനത ഒരു രാഷ്ട്രമെന്ന് പറഞ്ഞാൽ ഭൂമിയല്ല, അവിടുത്തെ ജനതയാണ്. സംതൃപ്തമായ ഒരു ജനത നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇത്തരം കൂട്ടായ്മ പഠനങ്ങളുമൊക്കെ ആവശ്യമാണ്. സ്വരച്ചേർച്ചകളുണ്ടാകണം. അതിന് പരീക്ഷണം നടത്തിയ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം തന്നെ അങ്ങനെയാണ് പറയുന്നത്. അതിൽ അംബേദ്കർ ഇല്ലാതെ ഒരു ഗാന്ധിയില്ല, ഗാന്ധി ഇല്ലാതെ ഒരു അംബേദ്കറും ഇല്ല. സാമൂഹിക പരിഷ്കരണമില്ലാതെ ദേശീയതയില്ല. ദേശീയത നിലനിൽക്കണമെങ്കിൽ ഇതൊക്കെ തമ്മിൽ ചേർന്നാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തായി നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോബി തോമസ് ചേട്ടനെ ക്ഷണിക്കും. അധ്യക്ഷൻ ശ്രീ റഹീം, മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ M.G. രാധാകൃഷ്ണൻ, പ്രിയപ്പെട്ട മങ്ങാട് രത്നാകരൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രണ്ട് മൂന്ന് വാക്കുകളിൽ നന്ദി പറയാൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ പുസ്തകത്തെപ്പറ്റി വളരെ വിശദമായിട്ട് ഇവിടെ സംസാരിച്ചു. പുസ്തകം ഞാൻ എഴുതാനുള്ളൊരു കാരണം ഗാന്ധിയെ കൂടുതൽ മനസ്സിലാക്കാനുള്ളൊരു ശ്രമം എന്നുള്ള രീതിയിൽ മാത്രമാണ്. ഗാന്ധിജി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഗാന്ധിജി ഒരിക്കലും വായിച്ചു തീരാത്ത ഒരു പുസ്തകമായിട്ടാണ് നിലനിൽക്കുന്നത്. അത് ഇന്നും അങ്ങനെ നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിരവധി വായനകൾ, ഓരോ വായന കഴിയുമ്പോഴും വീണ്ടും വീണ്ടും വായിക്കാനുള്ള സാധ്യതകൾ, പല പല സാധ്യതകളെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഗാന്ധിയുടെ ജീവിതവും ഗാന്ധിയുടെ സന്ദേശവും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ മരണാനന്തര ജീവിതകാലത്തും നിലനിൽക്കുന്നത്. അതിനിയും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. അപ്പം ഗാന്ധി വിമർശനത്തിന് അതീതനാണ് എന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല. പക്ഷേ ഗാന്ധിയെ വിമർശിച്ച് തകർക്കാനുള്ള ശ്രമങ്ങൾ പല മൂല്യങ്ങളുടെയും പല ദർശനങ്ങളുടെയും ഒരു തകർച്ച കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിയെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ കരുതുന്നത്. ഇപ്പം പ്രധാനമായിട്ട് രണ്ട് വീക്ഷണങ്ങളിൽ നിന്നാണ് ഗാന്ധിക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ പ്രധാനമായിട്ട് ഉയർന്നു വരുന്നത് നമ്മുടെ സമൂഹത്തിൽ. ഒന്ന്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്നുള്ള വിമർശനങ്ങൾ. രണ്ട്, ദളിത് രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൻ്റെ ഭാഗമായി, ഒരു കീഴാള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഗാന്ധിയെ മറ്റൊരു പെർസ്പെക്റ്റീവിൽ അവതരിപ്പിക്കാനുള്ളൊരു ശ്രമം. ഈ രണ്ട് രീതിയിലാണ് ഏറ്റവും കൂടുതൽ, പല കോണുകളിൽ ഗാന്ധി ഇന്നും ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും പ്രധാനമായി രണ്ട് രീതിയിൽ ആക്രമിക്കപ്പെടുന്ന മേഖലകൾ. അപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ ശക്തികൾ ഗാന്ധിജിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് വളരെ സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സനാതന ഹിന്ദുവാണെന്ന് അവകാശപ്പെടുകയും അവസാന നിമിഷം വരെ സനാതന ഹിന്ദുവായി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളെ ഹിന്ദുവിൻ്റെ ശത്രു എന്ന നിലയിലാണ് ഗോഡ്സെ വെടിവെച്ച് കൊല്ലുന്നത്. അപ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഹിന്ദു മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഹിന്ദു യാഥാസ്ഥിതത്തെ തകർക്കുന്നതിന് ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരാളെന്ന നിലയിൽ ഗാന്ധിജി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അത് ഏറ്റവും 100% ശരിയായൊരു പ്രസ്താവനയാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുത്വത്തിൻ്റെ യാഥാസ്ഥിക ശക്തികൾക്ക് എന്നും ഗാന്ധിജി ഒരു വെല്ലുവിളിയാണ്. ഹിന്ദു രാഷ്ട്രത്തിന് തന്നെ എക്കാലവും ഒരു തടസ്സമായി നിൽക്കുന്ന ഒരു ദാർശനിക മൂല്യമാണ് ഗാന്ധിജി. അപ്പോൾ അതുകൊണ്ട് ഈ വൈക്കസത്യാഗ്രഹത്തെ പല രീതിയിൽ നമുക്ക് വിലയിരുത്താം. എത്ര വഴികൾ തുറന്നു കൊടുത്തു എന്നുള്ള രീതിയിൽ നമുക്കതിൻ്റെ വിജയത്തെയും പരാജയത്തെയും വിലയിരുത്താം. മറിച്ച് കേരള സമൂഹത്തിൻ്റെ ബോധത്തിൽ അതുണ്ടാക്കിയ മാറ്റങ്ങൾ, ജാതി ബോധത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ, സവർണരുടെ ചിന്താഗതിയിലുണ്ടായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ജാതി ബന്ധങ്ങളിൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടാക്കി എന്നുള്ള രീതിയിൽ അതിനെ വിലയിരുത്താം. ആ രണ്ട് രീതിയിലും നമുക്കതിനെ വിലയിരുത്താൻ കഴിയുന്നതാണ്. പിന്നീട്
ഈ പിന്നെ അംബേദ്കറുടെ വിമർശനങ്ങളെയൊക്കെ ചുവടുപിടിച്ചുകൊണ്ട് ഇന്ന് ഒരു കീഴാള പരിപ്രേക്ഷ്യം അവതരിപ്പിക്കുന്ന ആളുകൾ ഗാന്ധിക്കെതിരെ നടത്തുന്ന വിമർശനങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ ഞാൻ കുറച്ച് വിശദമായിട്ട് തന്നെ ഈ പുസ്തകത്തിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അംബേദ്കറും ഗാന്ധിജിയും പിന്നെ പല കാര്യത്തിലും സംവാദങ്ങളും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാക്കിയിരുന്ന വ്യക്തികളാണ്. പക്ഷേ അതേസമയം തന്നെ നമ്മളിന്ന് ചരിത്രത്തിലേക്ക് അവരെ പുറകിലേക്ക് വലിയ രണ്ട് മഹാന്മാരായ വ്യക്തികളെന്ന നിലയിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആ വലിയ ധാരയിൽ രണ്ട് സമാന്തര ശരികൾ എന്ന നിലയിലാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. അത് ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ സമൂഹത്തെ മുമ്പോട്ട് നയിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ അത് ഗാന്ധിജിയുടെ വായന ഇനിയും നമ്മൾ ഓരോരുത്തരും പല രീതിയിൽ നമ്മുടേതായ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കും. നിരവധി പുസ്തകങ്ങൾ ഇന്ന് ഗാന്ധിയെപ്പറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ലോകം മുഴുവൻ ഇന്ന് ഓർമ്മിക്കുന്ന, ഇപ്പോൾ പറഞ്ഞ പോലെ പിന്നെ ലോകത്തിൽ ഒരു വലിയ വിസ്മയമായി തന്നെ ഈ ചരിത്രപുരുഷൻ എന്നും നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ പിന്നെ നന്ദി പറയാനായിട്ട് രണ്ട് വാക്കുകൾ കൊണ്ട് നന്ദി പറയുകയാണ്. പിന്നെ ഈ വളരെ അടുത്ത സമയത്ത് തന്നെയാണ് പിന്നെ നമ്മുടെ ഈ പ്രഭാഷണത്തിനായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ MG രാധാകൃഷ്ണൻ നമ്മൾ സമീപിക്കുന്നത്. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഇത് സ്വീകരിക്കുകയും ഇവിടെ വന്ന് പുസ്തകം വായിച്ച് നല്ല മനോഹരമായൊരു പ്രസംഗം നടത്തുകയും ചെയ്തതിന് അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഈ പുസ്തക ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ബാക്കി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.